السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് 2019 ആദ്യത്തെ ജുമാ ആണ്. ഇക്കാരണത്താൽ ഞാൻ ലോകത്തിലെ എല്ലാ അഹമ്മദികൾക്കും ആദ്യം പുതുവർഷാശംസകൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു ഈ വർഷം നമുക്കായി അനുഗ്രഹപൂർണമാക്കി തീർക്കട്ടെ, എണ്ണമറ്റ വിജയങ്ങൾ കൊണ്ടുവരുന്നതാകട്ടെ. എന്നാൽ നമുക്ക് ഈ കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വെറും ആചാരപരമായ ആശംസകൾ പറയുക എന്നത് യാതൊരു പ്രയോജനവും എത്തിക്കുകയില്ല. ആചാരപരമായ ആശംസകൾ അള്ളാഹുവിന്റെ തൃപ്തി നേടിത്തരുന്നത് ആയിരിക്കുകയുമില്ല. പുതുവർഷത്തിന്റെ യഥാർത്ഥ ആശംസ എന്നത് അള്ളാഹു നമുക്കൊരു പുതിയ വർഷത്തെ സൂര്യനെ കൂടി ദൃശ്യമാക്കിയിരിക്കുന്നു, അതിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇതിൽ നാം നമ്മുടെ ഉള്ളിൽ ഉള്ള ബലഹീനതകളെയും അന്ധകാരത്തെയും ദൂരീകരിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തിൽ കുറവുകളും അലംഭാവങ്ങളും ഉണ്ടായി. അതുകൊണ്ട് നാം അതിനെ ദൂരീകരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. തന്റെ ഉള്ളിൽ മുമ്പത്തേക്കാൾ ഉപരിയായി പരിശുദ്ധി സ്വായത്തമാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. ഏതൊന്നിനു വേണ്ടിയാണോ നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബൈഅത്ത് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അവസരത്തിൽ ഒരു അഹ്മദി എങ്ങനെ ആയിരിക്കണം എന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു, ഒരു മനുഷ്യൻ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഈ ജമാഅത്ത് സത്യമാണ് എന്ന് മാത്രം വിശ്വസിക്കാതിരിക്കുക. ഇത്ര വിശ്വസിച്ചുകൊണ്ട് മാത്രം അനുഗ്രഹമുണ്ടാകുകയില്ല. പറയുന്നു, ഈ ജമാഅത്തിൽ പ്രവേശിച്ചുവെങ്കിൽ നന്മയുള്ളവരായി തീരുവാൻ പരിശ്രമിക്കുക, മുത്തക്കിയായി തീരുക, എല്ലാവിധ തിന്മകളിൽ നിന്നും രക്ഷ നേടുക, ദിനരാത്രങ്ങളിൽ കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുക, നാവുകളെ മൃദുലമാക്കി വെക്കുക, പശ്ചാത്താപത്തെ പതിവാക്കുക, നമസ്കാരത്തിൽ ദുആ ചെയ്യുക. അതായത് നമസ്കാരത്തിന്റെ കടമകൾ നിറവേറ്റുമ്പോഴാണ് നമസ്കാരത്തിൽ സ്വീകാര്യോഗ്യമായിട്ടുള്ള ദുആ ചെയ്യാൻ സാധിക്കുക. അതിനെ നല്ല നിലയിൽ നിർവഹിക്കുന്നവരായി മാറുക. പറയുന്നു, എന്നെ വിശ്വസിക്കുക എന്നത് മനുഷ്യനൊരു പ്രയോജനവും നേടിത്തരുന്നതല്ല.
അള്ളാഹു വെറും വാക്കുകളിൽ തൃപ്തനാകുകയില്ല. ഖുർആനിൽ അള്ളാഹു വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങളും വെച്ചിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ എന്നാൽ പറയുന്നു, അതിൽ കടുക് മണിയോളം പോലും കുഴപ്പമില്ലാത്തതിനെയാണ് സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു നിലവാരമാണ് വേണ്ടത്. ഈ പ്രവർത്തന രൂപരേഖ, ഇതിന്റെ അടിസ്ഥാനത്തിൽ നാം ഈ വർഷം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, ഈ കാര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വർഷം നമുക്ക് അനുഗ്രഹപൂർണവും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന വർഷവുമായി തീരുന്നതാണ്. ഇനി ഇതല്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പുതുവർഷത്തെ ആശംസകൾ അത് വെറും ആചാരപരമായ ആശംസകളായിരിക്കും. പുതുവർഷത്തിന്റെ ആരംഭത്തിലെ ആദ്യത്തെ രാത്രിയിൽ തഹജ്ജുദും ജമാഅത്തായി സുബഹി നമസ്കരിക്കുന്നതും അത് മുഴുവൻ വർഷത്തെയും നന്മകളുടെ മേൽ ഒരിക്കലും ആധിപത്യം നേടുന്നതല്ല. മറിച്ച് ഈ പരിശ്രമത്തെ കഴിവിന്റെ പരമാവധി വരെ മുഴുവൻ വർഷവും തുടർന്നു കൊണ്ടിരിക്കുക എന്നതാണ് യഥാർത്ഥ നന്മ. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ നിലയിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ വർഷം അളവറ്റ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കട്ടെ. അതുകൂടാതെ ജമാഅത്തിനും അസാധാരണമാം വിധം പുരോഗതി നേടുന്നതായി നാം കാണുന്നവരുമാകട്ടെ. ഇതിനുശേഷം ഞാൻ ഇന്നത്തെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം, ജനുവരി 1 മുതൽ വഖഫ് ജദീദിന്റെ വർഷം ആരംഭിക്കുന്നതാണ്. ജനുവരിയിലെ ആദ്യത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തേതോ ഖുത്ബയിൽ സാധാരണ നിലയിൽ വഖഫ് ജദീദിന്റെ പുതുവർഷ വിളംബരം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ധനത്യാഗം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിന് ഒരു സവിശേഷതയാണ്. അതെന്തുകൊണ്ടുണ്ടാകില്ല? കാരണം ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആന്റെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും കൽപ്പനകളും നിർദ്ദേശങ്ങളുടെയും വെളിച്ചത്തിൽ ഈ ധനത്യാഗത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഗ്രാഹ്യം നമുക്ക് നൽകിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന് നമ്മുടെ ധനത്തിന്റെ ആവശ്യമുണ്ട് എന്നല്ല, മറിച്ച് അതുമൂലം നമുക്ക് പ്രയോജനം എത്തിച്ചേരുന്നു എന്നതാണ്. മൊത്തമായ നിലയിൽ ജമാഅത്തിന്റെ പുരോഗതിയിലും ഇത് നാം കാണുന്നു. ജമാഅത്തിനും അതുമൂലം പ്രയോജനം എത്തിച്ചേരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഹു വതിഉ വഅൻഫിഖു ഖൈറൻ ലി അൻഫുസികും വമൻ യുഖ ശുഅ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതായത്, നിങ്ങൾ കഴിവതും അള്ളാഹുവിനെ സൂക്ഷിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുകയും അനുസരിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമായിരിക്കും. തങ്ങളുടെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നവരാരോ അവർ തന്നെയാണ് വിജയികൾ. പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നു, ഇൻ തുഖ്റിദുല്ലാഹ ഖർസൻ ഹസനൻ യുളാഇഫുഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശകൂറുൻ ഹലീം. നിങ്ങൾ അള്ളാഹുവിന് നല്ല നിലയിൽ കടം നൽകുകയാണെങ്കിൽ അവൻ നിങ്ങൾക്കത് ഇരട്ടിയായി മടക്കിത്തരും. അവൻ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അള്ളാഹു വളരെയധികം വിലയിരുത്തുന്നവനും സഹനശീലനുമാകുന്നു. അള്ളാഹു അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. ഈ ധനത്യാഗത്തിലൂടെ വ്യക്തിപരമായ ലാഭവുമുണ്ട്, അതുപോലെ ജമാഅത്തിന്റെ പുരോഗതിയും ഉണ്ട്. പിന്നെ അത് അംഗങ്ങളുടെ പുരോഗതിക്കുള്ള മാർഗമായി തീരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു,
പിശുക്കിൽ നിന്ന് രക്ഷ നേടുക. പിശുക്കാണ് മുൻ സമൂഹങ്ങളെ നാശത്തിലകപ്പെടുത്തിയത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുന്നു, അഗ്നിയിൽ നിന്ന് രക്ഷ നേടുക, പകുതി കാരക്കെങ്കിലും ചെലവഴിക്കാൻ കഴിവുണ്ടെങ്കിൽ ശരി. അതായത് നിസാരമായ ചെലവഴിക്കൽ ആയാൽ പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ തൃപ്തി നേടിയെടുക്കാൻ നൽകുക എന്നത് നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. ഈ ധനത്യാഗങ്ങൾ നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്. ഈ ധനത്യാഗത്തിന്റെ പ്രാധാന്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ധനത്തെയും സ്നേഹിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. ഏതെങ്കിലും ഒന്നിനെ മാത്രം സ്നേഹിക്കാൻ സാധിക്കുന്നതാണ്. പറയുന്നു, ആരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് ആ വ്യക്തി സൗഭാഗ്യവാനാണ്. നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനോട് സ്നേഹം വെച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുകയാണെങ്കിൽ അവന്റെ ധനത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അനുഗ്രഹം നൽകപ്പെടുന്നതാണ് എന്ന് ഞാൻ ദൃഢമായും വിശ്വസിക്കുന്നു. കാരണം ധനം സ്വയമായി ഉണ്ടാകുന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഇച്ഛ അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി ധനത്തിന്റെ ചില ഭാഗങ്ങൾ ഉപേക്ഷിക്കുന്ന വ്യക്തി ആ ഭാഗം തീർച്ചയായും അവന് തിരികെ ലഭിക്കുന്നതാണ്. എന്നാൽ ധനത്തെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യേണ്ട സേവനങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ആ വ്യക്തി തീർച്ചയായും ഈ ധനം നഷ്ടപ്പെടുത്തി കളയുന്നതാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പറയുന്നു, ധനം നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായി ഉണ്ടാകുന്നുവെന്ന് വിചാരിച്ചു വെക്കരുത്, എന്നാൽ അള്ളാഹുവിൽ നിന്നാണ് അത് വരുന്നത്. അതുപോലെ ധനത്തിന്റെ കുറച്ചു ഭാഗം നൽകി അല്ലെങ്കിൽ മറ്റു വല്ല വിധത്തിലും വല്ല സേവനം ചെയ്ത് അള്ളാഹുവിലും അവന്റെ ദൂതനിലും കുറച്ച് ഔദാര്യം ചെയ്തുവെന്ന് വിചാരിക്കരുത്. മറിച്ച് നിങ്ങളെ ഈ സേവനത്തിനായി വിളിച്ചുവെന്നത് അവന്റെ ഔദാര്യമാണ്. പറയുന്നു, നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളുക, ഈ ജോലി ആകാശത്ത് നിന്നുള്ളതാണ്. നിങ്ങളുടെ സേവനം നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ത്യാഗവും സേവന രീതിയും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ബൈഅത്തിൽ വരുന്നവർ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുന്നു. പരസ്പരം മുന്നേറിക്കൊണ്ട് ത്യാഗത്തിലേക്ക് ശ്രദ്ധ നൽകുന്നു. എന്നാൽ ഇത് വർഷങ്ങളായി അഹമ്മദിയത്ത് സ്വീകരിച്ചവരിൽ മാത്രമല്ല, മറിച്ച് നവ അഹമ്മദികളിലും ബൈഅത്തിന് ശേഷം ഈ ധനത്യാഗത്തിന്റെ ആത്മാവ് നല്ലതുപോലെ മനസ്സിലാക്കുന്നവരാണ്. അതുപോലെ അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ കഴിയുന്നവരും. എന്നാൽ ധനത്യാഗത്തിൽ ആരെക്കാളും പിന്നിലാകുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സഹാബാക്കൾ ചെയ്തതുപോലെ ത്യാഗം ചെയ്യുവാൻ ഇവരും പരിശ്രമിക്കുന്നു. ചില ഉദാഹരണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അവരെ സംബന്ധിച്ച് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം അക്കാലത്ത് പറഞ്ഞിരുന്നു, ഞാൻ എന്റെ ജമാഅത്തിന്റെ സ്നേഹവും ആത്മാർത്ഥതയും കണ്ട് അത്ഭുതപ്പെടുന്നു. ഇവരിൽ അധികം കുറഞ്ഞ വരുമാനം ഉള്ളവരാണ്. പിന്നെ അവിടുന്ന് ഉദാഹരണം പറയുന്നു. ഇതുപോലെ മിയാൻ ജമാലുദ്ദീൻ സാഹിബ്, ഖൈറുദ്ദീൻ ഇമാമുദ്ദീൻ കശ്മീരി പറയുന്നു, ഇവർ എന്റെ ഗ്രാമത്തിനടുത്ത് താമസിക്കുന്നവരാണ്. ഈ 3 സഹോദരന്മാരും ഒരുപക്ഷെ 3-4 അണയാണ് ദിവസവും ജോലിയിൽ നിന്ന് ലഭിക്കുക. ആവേശത്തോടെ എന്നാൽ അവർ ചന്ത നൽകുന്നു, ചന്തയിൽ പങ്കാളികളാണ്. ഈ പഴയ ആളുകൾ ആ സമയത്ത് ദീനിന്റെ പ്രചാരണത്തിനായി ത്യാഗം വരിച്ചു. ഇന്ന് അവരുടെ സന്താനങ്ങളും പിന്തലമുറയും സമൃദ്ധിയോടെ ജീവിതം കഴിച്ചുകൂട്ടുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു ആത്മാവ് ഇന്ന് നമുക്കും ചില സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. വിദൂരങ്ങളിൽ താമസിക്കുന്ന ദരിദ്ര ജനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന് 100 വർഷത്തിനു ശേഷം ജനിച്ചവരാണ്, അല്ലെങ്കിൽ അഹമ്മദികളായവരാണ്. ഒരിക്കൽ പോലും കാലത്തിന്റെ ഖലീഫയെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എന്നാൽ ദീനിനോടുള്ള സ്നേഹം, ഖിലാഫത്തിനോടുള്ള സ്നേഹം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട്
ചെയ്ത പ്രതിജ്ഞ പൂർത്തീകരണം, ബയ്യത്ത് പ്രതിജ്ഞ, ദീനു വേണ്ടി ത്യാഗം വരിക്കുവാനുള്ള വികാരം എത്രമാത്രം ഉയർന്നതാണെന്നാൽ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. ഈ ഒരു കാര്യം മാത്രം നോക്കുന്നതായാൽ ഇത് തന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവാണ്. ഈ വികാരം അള്ളാഹുവിനെ കൂടാതെ മറ്റാർക്കും ഹൃദയത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നതല്ല. ചില ആളുകളുടെ ത്യാഗങ്ങൾ, അവരോട് അള്ളാഹുവിന്റെ പെരുമാറ്റം, ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങളുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ സമർപ്പിക്കുകയാണ്. ഖാനയിലെ ഒരു സുഹൃത്ത് റിംപോ സാഹിബ് പറയുന്നു, കുറച്ചു വർഷം മുമ്പാണ് ഞാൻ എന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 5000 പൗണ്ട് ഫീസ് നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ എന്റെ ശമ്പളം അത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ 12 മാസത്തെ ശമ്പളം സ്വരുക്കൂട്ടിയാലും ഇത്ര തുക ആകുമായിരുന്നില്ല. എന്നിരുന്നാലും എനിക്ക് ബാങ്കിൽ നിന്ന് 3000 പൗണ്ട് കടമായി ലഭിച്ചു. എന്റെ ശമ്പളത്തിന്റെ 40% എല്ലാ മാസവും കടം വീട്ടാനായി അവർ പിടിച്ചിരുന്നു. എന്നാൽ ചന്ത ഞാൻ മുഴുവൻ ശമ്പളത്തിന്റേതായി നൽകിയിരുന്നു. 40% പോകുന്നു എന്നതിനെ ഗൗനിച്ചിരുന്നില്ല. പറയുന്നു, ഞാൻ കമാസിയിലേക്ക് പോയി. കമാസി ഖാനിലെ ഒരു പട്ടണമാണ്. സർക്കിൾ മിഷണറി എന്റെ വഖഫ് ജദീദിന്റെ വാഗ്ദാനം ഉറപ്പെടുത്തി. ആ സമയം ഞാൻ കീശയിൽ നോക്കിയപ്പോൾ എന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തുക അതിലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചു, ഈ തുക ചന്തയെ നൽകിയാൽ എന്റെ പക്കൽ ജോലിക്കായി പോകുവാൻ ഇനിയുള്ള ദിവസം യാത്രാക്കൂലി പോലും ഉണ്ടാകില്ല. പറയുന്നു, എന്നിരുന്നാലും ഞാൻ ആ തുക ആ സമയം ചന്തയായി നൽകി. ഞാൻ മിഷൻ ഹൗസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വന്നു, എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് പണം വന്നിട്ടുണ്ട്. അത് ഞാൻ ചന്തയായി നൽകിയതിനേക്കാൾ 5 ഇരട്ടിയായിരുന്നു. ഏതുപോലെ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞത് അള്ളാഹു ഇരട്ടിയായി തിരിച്ചു നൽകുന്നതാണ്. പറയുന്നു, ഒരുപക്ഷെ ബാങ്കിൽ നിന്ന് തെറ്റിപ്പോയി ഈ പണം വന്നതായിരിക്കും, പിന്നെ അത് അവർ തിരിച്ചു വാങ്ങും എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ശമ്പളം അത് മുമ്പ് തന്നെ എന്റെ അക്കൗണ്ടിൽ വന്നിരുന്നു. എന്നാൽ അടുത്ത ദിവസം ഞാൻ ജോലിക്കായി പോയപ്പോൾ മനസ്സിലായി, സർക്കാരിൽ നിന്നാണ് ഈ തുക വന്നതെന്നും അത് കഴിഞ്ഞ മാസത്തിലെ ബാക്കി തുകയാണെന്നും മനസ്സിലായി. ഈ സമയം ഞാൻ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. അള്ളാഹു എനിക്ക് ഭയം ഉണ്ടായിരുന്നിട്ട് കൂടി ചന്തയുടെ തുക നൽകുവാൻ ധൈര്യം നൽകി. അതിനുശേഷം ഞാൻ എപ്പോഴും ചന്തയുടെ വാഗ്ദാനം അനുസരിച്ച് ചന്ത നൽകുന്നതിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നു. ആഫ്രിക്കയിൽ പോലുള്ള വിദൂര സ്ഥലത്ത് താമസിക്കുന്നവരാണ്. ബുർക്കിന ഫാസോ ആഫ്രിക്കയിലെ മറ്റൊരു രാജ്യമാണ്. ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ രാജ്യമാണ്. അവിടുത്തെ മുബലിഗ് എഴുതുന്നു, ബിലാസാവ് എന്നൊരു പട്ടണത്തിലെ ഒരു നവ അഹമ്മദിയായ ഖാദിം ദൂദി സാഹിബ് കുറച്ചു നാളായി മാനസികമായ നിലയിൽ വളരെ പ്രയാസത്തിലായിരുന്നു. ഡിപ്രഷൻ ഒരുപാട് കൂടിയതിനാൽ ഉറക്ക ഗുളിക ഉപയോഗിച്ചിരുന്നു. ഒരു ദിവസം നമ്മുടെ അടുത്ത് വന്നു, മിഷൻ ഹൗസിൽ വന്നു പറഞ്ഞു, അദ്ദേഹത്തിന്റെ വഖഫ് ജദീദ്, തഹ്രീക്ക് ജദീദ് എത്ര വാഗ്ദാനമാണുള്ളതെന്ന് അത് നൽകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മിഷണറി പറഞ്ഞു, ഈ ചന്ത തന്റെ കഴിവനുസരിച്ച് എത്ര നൽകാൻ സാധിക്കുന്നുവോ അത് നൽകാവുന്നതാണ്. അല്ല, അദ്ദേഹം പറഞ്ഞു, ചന്തയുടെ മാനദണ്ഡം എത്രയാണ്? മിഷണറി അദ്ദേഹത്തോട് അക്കാര്യം പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടെ ചന്ത നൽകി, എന്നിട്ട് തിരിച്ചുപോയി. കുറച്ചു ദിവസം കഴിഞ്ഞ് വീണ്ടും മിഷൻ ഹൗസിലേക്ക് വന്ന് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു. ചന്തയുടെ അനുഗ്രഹത്താൽ എന്റെ അവസ്ഥ വളരെ നല്ലതായിരിക്കുന്നു. ഞാൻ ഉറക്ക ഗുളിക കഴിക്കുന്നത് നിർത്തി. ഇപ്പോൾ ഹൃദയ സമാധാനവും ലഭിച്ചിരിക്കുന്നു. ബയ്യത്ത് ചെയ്തു. പിന്നെ അള്ളാഹുവിലേക്ക് ഒരു ചായ്വുണ്ടായി. ചന്ത നൽകി. ആരാധനയിലേക്ക് ശ്രദ്ധയുണ്ടായി. പിന്നെ അള്ളാഹു അനുഗ്രഹിച്ചു. എന്നാൽ ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ അവസ്ഥ പ്രകാരം എന്നാൽ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് പോലും പ്രേരണ ഉണ്ടായിരുന്നു. UK ഒരു സുഹൃത്ത് പറയുന്നു, കുറച്ചു കാലം മുമ്പ് ചന്ത തഹരീക്ക് ചെയ്ത് നൽകുന്നതിലേക്ക് ഫോണിലൂടെ ഓർമ്മപ്പെടുത്തലുണ്ടായി. പറയപ്പെടുന്നു, കഴിഞ്ഞ വർഷം ഞാൻ ഇത്ര തുക വാഗ്ദാനം നൽകിയിരുന്നു. അതിനാൽ ഞാൻ കഴിഞ്ഞ വർഷത്തെക്കാൾ കുറച്ച് വർദ്ധിപ്പിച്ച് ചന്ത നൽകുവാനുള്ള വാഗ്ദാനം നൽകി. ആ സമയത്ത് എന്റെ പക്കൽ യാതൊരു പണവും ഉണ്ടായിരുന്നില്ല. ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി, അള്ളാഹു സ്വയം എവിടെ നിന്നെങ്കിലും അതിനുള്ള സംവിധാനം ഉണ്ടാക്കട്ടെ. അങ്ങനെ പറയുന്നു, 2 ആഴ്ചകൾക്ക് ശേഷം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കൊരു കത്ത് ലഭിച്ചു. അത് കഴിഞ്ഞ വർഷം ടാക്സ് അധികമായി നൽകിയിരുന്നു, ആ തുക അവർ തിരിച്ചു നൽകുന്നു എന്ന് പറഞ്ഞു. ഞാനൊരു അക്കൗണ്ടന്റ് ആണ്.
എനിക്ക് ടാക്സിന്റെ കണക്കുകളെയൊക്കെ സംബന്ധിച്ച് നല്ലതുപോലെ അറിയാം. എന്നാൽ അള്ളാഹു ഒരു ദൃഷ്ടാന്തം എന്ന നിലയിൽ ഈ തുകയുടെ സംവിധാനം ഒരുക്കിയതാണ്. എന്റെ കണക്ക് അനുസരിച്ച് ഞാൻ കൃത്യമായി ടാക്സ് നൽകിയിരുന്നു. പറയുന്നു, അതിനുശേഷം 4 മാസങ്ങൾക്ക് ശേഷം സദർ സാഹിബ് വീണ്ടും ഫോൺ ചെയ്തു. ചന്ത വഖഫ് ചെയ്തതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇത്ര ചന്ത നൽകിയിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം വർദ്ധിപ്പിച്ച് വാഗ്ദാനം എഴുതി. യാദൃച്ഛികമായി ആ സമയത്തും എന്റെ പക്കൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു, മുമ്പ് അല്ലാഹു ടാക്സിന്റെ തുക തിരിച്ചു നൽകി, ഇപ്പോൾ പ്രത്യക്ഷത്തിൽ യാതൊരു മാർഗവും കാണുന്നില്ല. പറയുന്നത്, ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ എന്റെ കടലാസുകൾ പരിശോധിക്കുന്ന സമയത്ത് എനിക്കൊരു ബില്ല് കാണാൻ സാധിച്ചു. അതോടൊപ്പം ചില ഓഫറുകളും ഉണ്ടായിരുന്നു. ഞാൻ കമ്പനിയിലേക്ക് ഫോൺ ചെയ്തു. ആ ഓഫറിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രീപെയ്ഡ് കാർഡ് ഉണ്ടാക്കി അവർ അയച്ചു തന്നു. അതിൽ ഞാൻ എത്ര ചന്തയാണ് നൽകേണ്ടത് അതിനേക്കാൾ അധിക തുക അതിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ അള്ളാഹു വഖഫ് ചെയ്ത ചന്തയ്ക്കുള്ള സംവിധാനവും ഒരുക്കി തന്നു. വെറും ആഫ്രിക്കയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അള്ളാഹു ഇവിടെയും ഇത്തരത്തിൽ കാണിക്കുന്നു. ഇവിടെ എല്ലാ സ്ഥലത്തും അള്ളാഹു അത് പ്രകടമാക്കുന്നു. നല്ല നിയത്തോടുകൂടി ചന്ത നൽകുകയാണെങ്കിൽ അവർ ഇത്തരം ദൃശ്യങ്ങൾ അള്ളാഹു കാണിക്കുന്നതാണ്. ബുക്കിനോ ഫാസോയിലെ ബിഷാറത്ത് അലി സാഹിബ് പറയുന്നു, മുബല്ലിഗാണ്. ബുറൂം റീജിയനിലെ ഒരു നവ അഹമ്മദി കൂനെ ഖാത്തിം സാഹിബിനോട് കഴിഞ്ഞ വർഷം വഖഫ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അതിൽ അദ്ദേഹം എല്ലാ വർഷവും ഗ്രാമത്തിലെ മൗലവിക്ക് നൽകാറുള്ള തുക അത് ചന്തയായി നൽകി. അദ്ദേഹം മൗലവിക്ക് നൽകാറുണ്ടായിരുന്നു. മുസ്ലിം ആയിരുന്നു മുമ്പ്, ബയ്യത്ത് ചെയ്തു. അത് പിന്നെ ചന്തയായി നൽകി. അദ്ദേഹത്തിന്റെ പിതാവ് ഇതറിഞ്ഞപ്പോൾ വളരെ വലിയ നീരസം പ്രകടിപ്പിച്ചു. ഭൂമിയുടെ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ മാറ്റി. പറയുന്നു, ഈ വർഷം അവർ വിത്തിറക്കി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ല വിള അദ്ദേഹത്തിന് ലഭിച്ചു. ചില സ്ഥലങ്ങളിൽ കൂടുതലായി മഴയുണ്ടായതിനാൽ വിള നശിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് പോലും വിളയ്ക്കൊന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ പിതാവിന്റെയും മറ്റു ബന്ധുക്കളുടെയും വിളകൾക്ക് കൂടുതൽ മഴ മൂലം നാശം സംഭവിച്ചിരുന്നു. അദ്ദേഹം പിതാവിന്റെ വിള രണ്ടാമതും ഇറക്കാൻ സഹായിച്ചു. തന്റെ വിളയിൽ നിന്നും ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകി. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു, നീ മുസ്ലിമാണ്, മുസ്ലിമിൽ നിന്നാണ് അഹമ്മദിയായത്. തീർച്ചയായും നിന്റെ ജമാഅത്തിന് ചന്ത നൽകിയ കാരണത്താലാണ് അള്ളാഹു നിന്റെ മേൽ ഈ അനുഗ്രഹം ചെയ്തത്. പിതാവ് ഇക്കാര്യം അംഗീകരിച്ചു. ഇതും പറഞ്ഞു, നിന്റെ ജമാഅത്ത് സത്യമാണ്, നീ അതിൽ ഉറച്ചു നിൽക്കുക. എന്റെ ചില നിർബന്ധ സാഹചര്യമാണ്, അതുകൊണ്ട് എനിക്ക് മൗലവിയെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ചില പഴയ ആചാരങ്ങളിൽ ഇവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ വർഷവും അദ്ദേഹം തന്റെ ചന്ത ഇരട്ടിയായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഗാംബിയ ഇയാങ് ഡിസ്ട്രിക്റ്റിലെ ഒരു ഗ്രാമത്തിൽ ജമാഅത്തിലെ ശത്രുക്കൾ ജമാഅത്തിൽ നിന്ന് അതിലെ അംഗങ്ങളെ അകറ്റുവാൻ വേണ്ടി പരിശ്രമിച്ചു. എല്ലാ അഹമ്മദികളെയും അഹമ്മദത്തിൽ നിന്ന് പുറത്താക്കുന്നതിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് അവർ വീരവാദം മുഴക്കി. അതിൽ നമ്മുടെ ഒരു അഹമ്മദി മെമ്പർ ജാലൂൺ സാഹിബ് മൊഅല്ലിമിനോട് പറഞ്ഞു, എതിരാളികളുടെ ശ്രമങ്ങൾക്ക് യാതൊരു മൂല്യവും ഉണ്ടായില്ല. കാരണം ഈ എതിർപ്പിന് മുമ്പ് ഞാൻ പ്രവർത്തന നിരതനായ ഒരു അഹമ്മദി ആയിരുന്നില്ല. എന്നാൽ ഞാനിപ്പോൾ ചന്ത വഖഫ് ജദീദ് തഹ്രീജ് നൽകുന്നത് എന്ന് മാത്രമല്ല, വസിയത്താകുന്ന അനുഗ്രഹ പദ്ധതിയിൽ ഞാൻ അംഗമായിരിക്കുന്നു. എതിരാളികൾ ജമാഅത്തിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചെന്നാൽ ഈ എതിർപ്പ് കുറച്ച് അഹമ്മദികളെ അവരുടെ വിശ്വാസത്തിൽ മുമ്പത്തേക്കാൾ കൂടുതലായി ദൃഢീകരിക്കുകയാണ് ഉണ്ടായത്. ഗിനി ഗുനാക്കിരിയിലെ ഒരു രാജ്യമാണ്. അവിടെയുള്ള ഒരു സുഹൃത്ത് ഹുക്കൂക്കി സാഹിബ് പറയുന്നു, മിഷണറി ഇൻചാർജ് വഖഫ് ചെയ്തതിനെ കുറിച്ചുള്ള എന്റെ ഖുത്തുബ കുറച്ച് ധനത്യാഗ സംഭവങ്ങൾ വിവരിച്ചു. കഴിഞ്ഞ വർഷത്തേതാണ്. പറയുന്നു, അത് എന്റെ ഹൃദയത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കി. അടുത്ത ദിവസം ജോലി സംബന്ധമായി സെറാലൂൻ പോകുകയായിരുന്നു. എന്റെ പക്കൽ യാത്രയ്ക്കായി വെറും $300 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് പണത്തിന്റെ വലിയ ആവശ്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ $300 നിന്ന് $100 മാറ്റി ഒരു കവറിൽ ഇട്ടുവെച്ചു. ഇത് ഞാൻ വഖഫ് ചെയ്തതിനായി നൽകുന്നതാണ്. അതിനുശേഷം ഞാൻ മറ്റു ജോലിയിലേക്ക് തിരിഞ്ഞു. ഈ കവർ അത് അയക്കാൻ ഞാൻ മറന്നുപോയി. പറയുന്നു, ഈ സംഭവത്തിന് 2 മണിക്കൂർ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വ്യക്തി എന്റെ ഓഫീസിലേക്ക് വന്നു. എനിക്ക് ഒരു കവർ തന്നുകൊണ്ട് പറഞ്ഞു, ഇത് ഇന്ന സുഹൃത്ത് താങ്കൾക്കായി നൽകിയതാണ്. ഞാൻ കവർ തുറന്നു നോക്കിയപ്പോൾ
അതിൽ $300 ഉണ്ടായിരുന്നു. അതിൽ എഴുതിയിരുന്നു, നീ യാത്രയിൽ പോവുകയാണല്ലോ, യാത്ര ചെലവിനായി ഇത് അയക്കുന്നു. അപ്പോൾ എനിക്ക് ഉടൻ ഓർമ്മ വന്നു, ഞാൻ ആ തുക അയച്ചതുപോലുമില്ല, അള്ളാഹു അതിലും വർദ്ധിപ്പിച്ച് എനിക്ക് തിരിച്ചു നൽകിയിരിക്കുന്നു. പിന്നെ പറയുന്നു, അള്ളാഹുവിന്റെ സ്തുതി കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞു. അവൻ നമുക്ക് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട ഈ ജമാഅത്തിൽ പ്രവേശിക്കാൻ തൗഫീക്ക് നൽകി. ഇത്തരത്തിൽ അള്ളാഹു ആളുകളുടെ വിശ്വാസത്തെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞ കാര്യം ഈ ആളുകൾക്ക് അത് മനസ്സിലാകുന്നു. ധനം എന്നത് അത് അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവാണ് നൽകുന്നത്. ബെനിൻ മുൽക്കൊറി റീജിയനിലെ മുബല്ലിഗ് എഴുതുന്നു, മുൽക്കൊറി റീജിയനിലെ ഒരു ജമാഅത്തിന്റെ സദർ ഹൂങ്കൻസ് ജസക്സായി പറയുന്നു, അദ്ദേഹത്തിന്റെ മേൽ വലിയ തുക കടമായി ഉണ്ടായിരുന്നു. അത് കൊടുത്തു തീർക്കുവാൻ സാധിച്ചിരുന്നില്ല. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ ഹൽക്കയിലെ മുഅല്ലിം ചന്ത വഖഫ് രീതിയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വർഷം അവസാനിക്കുകയാണ്, അതായത് അതിന്റെ വാഗ്ദാനം പൂർത്തിയാക്കാത്തവർ അത് എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. സദർ സാഹിബ് പറയുന്നു, എന്റെ പക്കൽ അത്ര പണം ഉണ്ടായിരുന്നില്ല, കടമല്ലാതെ ഈ കാര്യവും എന്റെ ചിന്തയിലുണ്ടായി, വഖഫ് ഇതിന്റെ ചന്തയിൽ നൽകണം. അങ്ങനെ ആ സമയം എന്റെ കീശയിൽ 500 ഫ്രാങ്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ചന്തയായി നൽകി. വീട്ടിലേക്ക് പോയി ദുആ ചെയ്തുകൊണ്ടിരുന്നു. കടം എങ്ങനെ കൊടുത്തു തീർക്കും എന്നായിരുന്നു ചിന്ത. പറയുന്നു, അടുത്ത ദിവസം എനിക്കൊരു ജോലി ലഭിച്ചു. അത് കുറച്ച് ദിവസത്തേക്കുള്ളതായിരുന്നു. അതിൽ കൂലി നിർണയിച്ചിരുന്നത് എന്റെ കടത്തേക്കാൾ അല്പം കൂടുതലായിരുന്നു. അതിനാൽ ആ ജോലി ഏറ്റെടുത്തു. കുറച്ച് ദിവസം കൊണ്ട് ആ ജോലി അവസാനിച്ചു. എല്ലാ കടവും കൊടുത്തു വീട്ടു ചെലവിനുള്ള സംവിധാനം പൂർത്തിയാക്കി. പറയുന്നു, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ചന്തയുടെ അനുഗ്രഹമാണ്. ഈ ആളുകൾ ഇക്കാര്യത്തെ യാദൃച്ഛികമായി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ അവർ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇത് അള്ളാഹു ആണ് ഇതിനുള്ള സംവിധാനം ഒരുക്കുന്നത് എന്നാണ്. മാലി റീജിയനിലെ കാസുവിലെ മുഅല്ലിം സാഹിബ് പറയുന്നു, ഒരു നവാഹമ്മദി അബൂബക്കർ സാഹിബ് പറയുന്നു, ബൈഅത്ത് ചെയ്ത ശേഷം ചന്തയുടെ അസാധാരണമായ അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഒരു മകൻ മഴക്കാലത്ത് ശക്തമായ രോഗത്തിന് അടിമപ്പെട്ടിരുന്നു. അതിന്റെ ചികിത്സയ്ക്ക് വലിയ തുക ചിലവഴിക്കേണ്ടി വന്നിരുന്നു. പ്രയാസവും ജോലിയിൽ നിന്ന് പ്രത്യേകമായ അവധിയും എടുക്കേണ്ടതായി വന്നിരുന്നു. എന്നാൽ ഞാൻ എപ്പോൾ മുതലാണ് ചന്ത നൽകാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ മകന് രോഗമുണ്ടായിട്ടില്ല. ഇതിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാരണത്താൽ മാത്രമാണ് സാധിച്ചത്. എവറി കോസ്റ്റിലെ റീജിയൻ സാം പെസ്ട്രോയിലെ മുബല്ലിഗ് എഴുതുന്നു, ഒരു ഗ്രാമം ഹൈലിഫയിലെ കുറച്ച് ആളുകൾക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കുവാനുള്ള തൗഫീക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 2018 ആ ജമാഅത്ത് സന്ദർശിച്ചു. ഒരു രാത്രി അവിടെ താമസിച്ചു. രാത്രി ഒരുപാട് നേരം തബ്ലീഗ് നടന്നു. അനഹമ്മദികളും വലിയ എണ്ണത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അതിനുശേഷം ഒരു അഹമ്മദി സഹോദരന്റെ വീട്ടിൽ സുബഹി നമസ്കാരം നിർവഹിച്ചു. അതിൽ അഹമ്മദികൾ പങ്കെടുത്തിരുന്നു. ആ കുറച്ച് അഹമ്മദികളോട് ദറസിന് ശേഷം പറഞ്ഞു, അടുത്ത മാസം ചന്ത വഖഫിയതിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തെ മാസമാണ്, അതിലെല്ലാ അഹമ്മദികളും പങ്കെടുക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ദറസിന് ശേഷം ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പറയുന്നു, ഞാൻ വിചാരിച്ചിരുന്നത് ദരിദ്ര ജമാഅത്താണ് അല്ലെങ്കിൽ ഗ്രാമമാണ്, കൂടുതൽ 5000 ഫ്രാങ്ക് സിഫ ചന്തയായി ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചേക്കാം. ഇത് ഇവരുടെ സാമ്പത്തിക നില അനുസരിച്ച് മതിയാവുന്നതാണ്. എന്നാൽ പറയുന്നു, ഞങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ എന്റെ അത്ഭുതത്തിന് അതിരുകളില്ലാതായി. ഒരു സുഹൃത്ത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്, ഇപ്പോൾ വിള തയ്യാറായിട്ടില്ല, അവസ്ഥ വളരെ ഞെരുക്കത്തിലാണ്, അതുകൊണ്ട് 17000 ഫ്രാങ്ക് സിഫ മാത്രം ചന്തയെ നൽകുകയാണ്. ഒപ്പം പറഞ്ഞു, അള്ളാഹു ഞങ്ങളുടെ ജോലിയിലും വിളകളിലും അനുഗ്രഹം നൽകാൻ ദുആ ചെയ്താലും ഇതിലും കൂടുതൽ ചന്ത അതുമൂലം നൽകുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ഇക്ബാൽ സാഹിബ് ഇൻസ്പെക്ടർ എഴുതുന്നു, കാമറെഡ്ഡി ജമാഅത്തിൽ വഖഫിയതിനെ കുറിച്ച് പറഞ്ഞു. ഒരു യുവാവ് തന്റെ മുഴുവൻ ചന്തയും
ആ സമയം തന്നെ നൽകി. അതിനുശേഷം വലിയൊരു തുക അദ്ദേഹത്തിന് ലഭിച്ചതായി അറിവ് ലഭിച്ചു. അതിനെ അദ്ദേഹം 8 വർഷമായി കാത്തിരിക്കുകയായിരുന്നു. ഇത്ര സമയം കഴിഞ്ഞതിനാൽ ആ തുക ഇനി ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെ ഉപേക്ഷിച്ചിരുന്നു. ഈ തുക ലഭിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ താൽക്കാലികമായിരുന്ന ജോലി അത് സ്ഥിരമാവുകയും ചെയ്തു. അതിൽ അദ്ദേഹം വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. പറയുന്നു, ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്ത കാരണം അത്ഭുതമുണ്ടായതാണ്. പറയുന്നു, എല്ലാ വർഷവും 15 ദിവസത്തെ വരുമാനം അത് വഖഫ് ചെയ്തതിന് ചന്തയെ നൽകുന്നതാണ്. റുമാനിയ കിഴക്കൻ യൂറോപ്പിലെ ഒരു മുബല്ലിഗ് എഴുതുന്നു, അവിടെ പ്രാദേശിക റുമാനിയൻ അഹമ്മദിയാണ്. അദ്ദേഹം ടൈലറിന്റെ ജോലിയാണ് ചെയ്യുന്നത്. ചന്ത നൽകുന്ന കാര്യത്തിൽ വലിയ കൃത്യതയാണ്. വലിയ ആത്മാർത്ഥതയോടെയാണ് ചന്ത നൽകുന്നത്. അദ്ദേഹത്തെ ചന്തയുടെ കാര്യം ഓർമ്മപ്പെടുത്തുന്നതിന്റെ ആവശ്യമില്ല. എപ്പോഴും സ്വയം അത് അടിച്ചു തീർക്കുന്നു. ചന്ത നൽകുന്നതിലും ഒരു പ്രത്യേക രീതി അവലംബിച്ചിരുന്നു. എപ്പോഴും സാധാരണ കവറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളക്കടലാസിൽ വെച്ചാണ് ചന്ത നൽകാറ്. ആ കവറിന്റെ മേൽ ധനത്യാഗം എന്ന് എഴുതിയിരുന്നു. അദ്ദേഹം എനിക്കൊരു കത്ത് എഴുതിയിരുന്നു. അതിനെക്കുറിച്ച് മുറബി സാഹിബ് ഇവിടെ പറയുന്നു. തന്റെ അനുഭവത്തെ കുറിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ചന്ത നൽകുന്നു. എപ്പോൾ മുതൽ ഞാൻ ചന്ത നൽകാൻ തുടങ്ങിയോ ഇത് എന്റെ അനുഭവമാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്കായി ചന്ത നൽകുന്നതോടൊപ്പം എന്റെ വരുമാനവും വർദ്ധിച്ചിരിക്കുന്നു. വരുമാനത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാകുന്നു. ഒരു തരത്തിൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കായി കീശയിൽ നിന്നെടുക്കുമ്പോൾ മറ്റൊരു വിധത്തിൽ അള്ളാഹു എന്റെ കീശയിൽ അത് വർദ്ധിപ്പിച്ച് തിരികെ നൽകുന്നു. ചന്ത നൽകിയതിനു ശേഷം എനിക്ക് ജോലി ചെയ്യാൻ കൂടുതൽ അവസരം ലഭിക്കുന്നു. ഈ ആളുകൾക്ക് അള്ളാഹു യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിച്ചിട്ടും ഭൗതികതയിൽ കഴിയുന്നവരായിരുന്നിട്ടും അഹമ്മദിയത്തിലേക്ക് അവർ വരുമ്പോൾ അവർക്ക് തന്റെ അനുഗ്രഹങ്ങളും നൽകി അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്ന് സലീം സാഹിബ് ഇൻസ്പെക്ടർ എഴുതുന്നു, ജയ്പൂർ ജമാഅത്തിലെ ഒരു അഹമ്മദി സുഹൃത്ത്, അദ്ദേഹം പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ്. കഴിഞ്ഞ വർഷം തരീഖ് ജദീദ് ചന്തയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ വാഗ്ദാനം വരുമാനം അനുസരിച്ച് 5000 രൂപ ആയിരിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സാധാരണ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ്, ഈ തുക എങ്ങനെ നൽകാനാണ്? അള്ളാഹു അനുഗ്രഹിക്കുന്നതാണെന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. ഈ വർഷം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം അതേ സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുന്നു. പറഞ്ഞു, ചന്തയുടെ അനുഗ്രഹത്താൽ അള്ളാഹു എത്രമാത്രം അനുഗ്രഹം നൽകിയെന്നാൽ ഞാൻ ഈ സ്കൂള് വിലക്ക് വാങ്ങി. ഇതിൽ ഈ വർഷവും താങ്കൾ കൂടുതലായി ചന്ത നൽകണമെന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. കൂടുതൽ സ്കൂളുകൾ ഇനിയും വാങ്ങിക്കാൻ താങ്കൾക്ക് തൗഫീഖ് നൽകുന്നതാണ്. പറയുന്നു, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ പറയുന്നു, മറ്റു സ്കൂളുകൾ വാങ്ങാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താക്കോൽ വാങ്ങുന്നതിനായി അതിന്റെ ഉടമസ്ഥർ എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻസ്പെക്ടർ സാഹിബ് എഴുതുന്നു, ഈ സമയം അദ്ദേഹത്തിന്റെ പക്കൽ 4 സ്കൂളുകളുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ വീട് മേൽക്കൂര താൽക്കാലികമായി നിർമ്മിച്ച ചെറിയൊരു ഷെൽട്ടറായിരുന്നു. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 3 നില കെട്ടിടം അദ്ദേഹം നിർമ്മിച്ചു. അതിൽ ഒരു നില അദ്ദേഹം ജുമാ നമസ്കാരത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. അനുഗ്രഹം എന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഉണ്ടാവുന്നത്. അത് കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം വർദ്ധിക്കുകയുണ്ടായി. ലൈബ്രറിയിലെ അമീർ സാഹിബ് എഴുതുന്നു, ഡിസംബർ മാസം നമ്മുടെ തബ്ലീഗ് ടീം സുക്ക ടൗൺ എന്ന ഗ്രാമത്തിൽ പോയി. ഈ ഗ്രാമം മറോവിയ പട്ടണത്തിലേക്കുള്ള ദൂരത്തെ അപേക്ഷിച്ച് കൂടുതൽ ദൂരം കാണില്ല. എന്നാൽ ഇക്കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിന്ന് തികച്ചും ഒറ്റപ്പെട്ടിരുന്നു. പാതകളും പ്രയാസമേറിയതായിരുന്നു. അവിടെ എത്തിച്ചേരാൻ മരക്കഷ്ണങ്ങളും കയറുകളും ഉപയോഗിച്ചുണ്ടാക്കിയ താൽക്കാലിക പാലമായിരുന്നു ആശ്രയം. അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടുവേണം അവിടെ എത്താൻ. നമസ്കാരത്തിന് ശേഷം തബ്ലീഗ് പരിപാടികൾ ആരംഭിച്ചു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് സന്ദേശം എത്തിച്ചു. ജമാഅത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിച്ചു. അതിൽ ആ ഗ്രാമത്തിലെ പ്രായം ചെന്ന ഒരു വയോധികൻ ഉസ്മാൻ എഴുന്നേറ്റു. തന്റെ ഒരു സ്വപ്നം വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ചു ദിവസം മുമ്പ് കണ്ടിരുന്നു, ആകാശം നിലം പൊത്തിയിരിക്കുന്നു, എല്ലാ വശത്തും ഒച്ചപ്പാടും ബഹളവുമാണ്. അതേസമയം വഴിയിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു, അതിൽ വെള്ള നിറമുള്ള ആളുകൾ ഇരിക്കുന്നു. അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരികയെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ്. അതോടെ ആ സ്വപ്നം അവസാനിച്ചു. അതിനുശേഷം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇത് എന്ത് സ്വപ്നമാണ്, ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? എന്നാൽ നിങ്ങളുടെ വരവോടുകൂടി എനിക്ക് ഈ സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലായി. പറയുന്നു,
ഞാൻ ഒരുപാട് പ്രായമായിരിക്കുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് ആഫ്രിക്കക്കാരല്ലാത്ത വെള്ള നിറമുള്ള ആളുകൾ ഇസ്ലാമിന്റെ തബ്ലീഗ് ചെയ്യുന്നതായി കാണുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ജമാഅത്തിൽ ചേരാൻ തീരുമാനിച്ചു, ബയ്യത്ത് ചെയ്തു. വഖഫ് ചെയ്തതിന്റെ അവസാന മാസമായിരുന്നുവെന്നും ചന്തയിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി അവരോട് പറയപ്പെട്ടു. ചന്തയെക്കുറിച്ച് പറയപ്പെട്ടപ്പോൾ ചന്തയും അവർ നൽകി. ആത്മാർത്ഥതയും വിശ്വാസത്തിലും വർധനവ് അതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സദർലജന കാനഡ പറയുന്നു, ഒരു മജ്ലിസിന്റെ പര്യടന വേളയിൽ ഒരു സ്ത്രീ പറയുകയുണ്ടായി, അവരുടെ 12 വയസ്സുള്ള കുട്ടിക്ക് സ്കൂളിൽ നിന്ന് $80 സമ്മാനം ലഭിച്ചു. അതുകൊണ്ട് എന്തോ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. സെക്രട്ടറി വഖഫ് ജദീദിന്റെ നിർദ്ദേശത്താൽ ആ സമ്മാനത്തുക മുഴുവനും അവർ ചന്തയായി നൽകി. പറയുന്നു, അള്ളാഹു പിന്നെ അനുഗ്രഹിച്ചു. എങ്ങനെയെന്നാൽ അടുത്ത ദിവസം അബ്ദുൽസലാം സയൻസ് ഫെയറിൽ 1ാം സ്ഥാനം അവർക്ക് കരസ്ഥമായി. അതിൽ $300 സമ്മാനമായി ലഭിച്ചു. ഇത്തരത്തിൽ അള്ളാഹു ആ കുട്ടിയുടെ വിശ്വാസത്തിൽ ദൃഢത നൽകി അനുഗ്രഹിച്ചു. ചില കുട്ടികൾ ഇക്കാലത്ത് തുടങ്ങിയ ഒരു പുതിയൊരു തരം ഗെയിം ഫോർട്ട്നൈറ്റ്, ഇതിനായി പണം പാഴാക്കിക്കളയുന്നു. മാതാപിതാക്കൾ അതിനെ തടയേണ്ടതാണ്. ശാഖാ സംഘടനകളും മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദി, അത്തഫ് അൽ അഹമ്മദിയെ പ്രത്യേകമായി ഇത് ശ്രദ്ധിക്കണം. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കാർഡ് വാങ്ങുന്നു, പൈസ ചെലവഴിക്കുന്നു. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വന്നിരുന്നു. ഒരു കണ്ടുപിടുത്തമാണ്. ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുന്നു, ഒരു കുട്ടികളുമായി കണ്ടുമുട്ടി അവർക്ക് പ്രലോഭനം നൽകുന്നു. കാർഡ് വാങ്ങി വരുവാൻ മാതാപിതാക്കളുടെ മുമ്പിൽ കാര്യകാരണങ്ങൾ അവർ ഉണ്ടാക്കുന്നു. പിന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പരും വാങ്ങുന്നു. കുറച്ചു കഴിഞ്ഞാണ് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്ന അവരുടെ അക്കൗണ്ടിൽ നിന്നും പൈസ അവസാനിച്ചിരിക്കുന്നു. ഈ ഗെയിം കാരണം കുട്ടികളിൽ ലഹരി പോലുള്ള ഒരു ശീലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ സമയം നഷ്ടമാകുന്നെന്ന് മാത്രമല്ല, തെറ്റായ ചിന്താഗതികൾ അവർ ഉടലെടുക്കുന്നു. ചില മാതാപിതാക്കൾക്കും അതുമൂലം വലിയ നഷ്ടവും ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. അള്ളാഹു ഏതൊരു കാര്യത്തിലേക്കാണ് ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, ഈ വികാരം കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകമായി വഖഫ് ചന്തകളുടെ കാര്യത്തിൽ ഇതുണ്ടാവണം. ഇന്ത്യയിലെ ഇൻസ്പെക്ടർ സാഹിബ് എഴുതുന്നു, കർണാടകയിൽ ഒരു റിഫ്രഷർ കോഴ്സ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ വിനീതനും നായിബ് നാസിമാൽ വഖഫീദിനോടൊപ്പം പങ്കെടുത്തു. നായിബ് നാസിമാൽ അവിടെയുള്ള ലോക്കൽ മുഅല്ലിമിന്റെ വീട്ടിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞു. ഈ വർഷം കേരളത്തിൽ ശക്തമായ പേമാരി ഉണ്ടായി. അതിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. വഖഫീദിന്റെ വസൂലിയിൽ വളരെ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നായിബ് നാസിം സാഹിബ് മുഅല്ലിമിന്റെ വീട്ടിൽ നിന്ന് പോകും മുമ്പ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഉപഹാരം എന്ന നിലയിൽ 100 രൂപ വീതം നൽകി. പറയുന്നു, കുറച്ചു കാലത്തിന് ശേഷം ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ജമാഅത്തിന്റെ പര്യടനത്തിനായി പോയി. മുഅല്ലിം സാഹിബിന്റെ ആ കുട്ടികൾ ആ 100 രൂപകൾ, അവർക്ക് ഉപഹാരമായി ലഭിച്ച ആ 100 രൂപകൾ അത് ചന്ത വഖഫ് ചെയ്തിൽ നൽകി. എന്നിട്ട് പറഞ്ഞു, കേരളത്തിന്റെ അവസ്ഥ ഇത്തവണ പ്രളയം കാരണം മോശമായിരിക്കുന്നു. അതിനാൽ ഇത് ചന്ത എന്ന നിലയിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചാലും. വളരെ ചെറുപ്രായമായിട്ടും അവരുടെ മനസ്സിൽ ചന്തയുടെ പ്രാധാന്യം വളരെ ഉന്നതമാണ്. UK ജമാഅത്തിലെ ഒരു ലജന വിവരിക്കുന്നു, എനിക്ക് 2010 അഹമ്മദ് സ്വീകരിക്കുവാനുള്ള തൗഫീക്ക് ലഭിച്ചു. ബൈഅത്ത് ചെയ്ത കാരണം വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. ആ സമയം എന്റെ പക്കൽ ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല. ചന്ത നൽകാത്തതിൽ എനിക്ക് വലിയ ലജ്ജ തോന്നിയിരുന്നു. ആദ്യ വർഷം പുതിയ അഹമ്മദികൾക്ക് ചന്ത നൽകുന്നത് നിർബന്ധമില്ല. എന്നാൽ ഇവർ പറയുന്നു, ഇവർക്ക് വ്യാകുലത ഉണ്ടായിരുന്നു. പറയുന്നു, ഞാൻ പ്രതിജ്ഞ ചെയ്തു, എനിക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഏത് ദിവസമാണ് ഞാൻ ബയ്യത്ത് ചെയ്തത് ആ ദിവസം മുതൽ കണക്കാക്കി ചന്ത നൽകുന്നതാണ്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം എനിക്ക് ജോലി ലഭിച്ചു. ഞാൻ ചന്ത നൽകാൻ തുടങ്ങി. ചന്തയുടെ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ ഫളൽ മുഖേന ഒരു വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം എന്റെ ശമ്പളത്തിൽ വർധനവുണ്ടായി. പിന്നെ കുറച്ചു കാലത്തിന് ശേഷം ആദ്യം മാതാപിതാക്കൾ ഞാനുമായി ബന്ധം മുറിച്ചു കളഞ്ഞിരുന്നു. പിന്നെ അവരുമായി വീണ്ടും ബന്ധം തുടങ്ങി. നല്ല ബന്ധം മാതാപിതാക്കളുമായി ഉണ്ടായി. വിവാഹവും കഴിഞ്ഞു. പറയുന്നു, എനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാം തന്നെ ലഭിച്ചിരിക്കുന്നു. ലൈബേരിയയിൽ നിന്ന് മൈക്ക് മൗണ്ട് പ്രാദേശിക മുഅല്ലിം പറയുന്നു, നബീല ജമാഅത്തിന്റെ വഖഫ് ചന്തയെക്കുറിച്ച് പറയപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം
സ്വാത്വികയായ ഒരു അഹമ്മദി സ്ത്രീ മോസോ കുമാര സാഹിബ പറയുന്നു, ധനത്യാഗ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് വഖഫ് ചെയ്തി ചന്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ ചന്ത നൽകുന്നുണ്ടായിരുന്നു. എന്റെ കൈവശം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ ആ പദ്ധതിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇന്നലെ രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടു, നിങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ $100 ലൈബേറിയൻ ചന്ത നൽകുന്നു. എന്നാൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആശ്ചര്യപ്പെട്ടു, പണം എന്റെ കൈവശമില്ല, ചന്ത പിന്നെ എങ്ങനെ നൽകാനാണ്? എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എപ്രകാരം ഉണ്ടായി എന്നാൽ കുറച്ചു മുമ്പ് ഒരാൾ വന്ന് എനിക്ക് $500 ലൈബേറിയൻ നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ മകൻ നിങ്ങൾക്കായി അയച്ചു നൽകിയതാണ്. അതായത് ഈ വനിതയുടെ മകൻ നൽകിയതാണ്. അങ്ങനെ ഈ സ്വപ്നം പൂർത്തീകരണത്തിനായി $100 ലൈബേറിയൻ നൽകുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. സ്ത്രീകളും ചില സമയങ്ങളിൽ ചന്ത നൽകുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. എന്നല്ല, അധികവും പുരുഷന്മാരുടെ ഇസ്ലാഹ് നടത്തി അവരെ ചന്തയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പ്രാധാന്യത്തെ പുരുഷന്മാരെക്കാൾ കൂടുതലായി ഇവർ മനസ്സിലാക്കുന്നു. ഗിനി കനാക്കുരിയിലെ അബൂബക്കർ സാഹിബ് എഴുതുന്നു, ഒരു ജമാഅത്തിലെ സദറാണ്, ദറാസ് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം എന്നെ ജമാഅത്തിലെ മുബല്ലിഗ് മുഅല്ലിമീങ്ങൾ ചന്ത നൽകുന്ന കാര്യത്തിലേക്ക് എന്റെ ശ്രദ്ധ കൂടുതലായി ക്ഷണിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ അല്പമേ നൽകിയിരുന്നുള്ളൂ. എന്നാൽ എന്റെ ഭാര്യ ഇക്കാര്യത്തിൽ വലിയ കൃത്യമായിരുന്നു. എപ്പോഴും വളരെ ശ്രദ്ധയോടെ ചന്ത നൽകിയിരുന്നു. എന്നെയും ചന്ത നൽകുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. അതായത്, ഒരുപാട് പണം വന്നു കഴിഞ്ഞാൽ പിന്നെ ചന്ത നൽകുന്നതാണ്. ഇതിൽ അവൾ പറയുമായിരുന്നു, അള്ളാഹുവിന്റെ കടമ പൂർത്തിയാക്കുമ്പോഴാണ് ഒരുപാട് ധനം വന്നു ചേരുക. ഇത്തരത്തിൽ എന്റെ ഭാര്യ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചന്ത നൽകുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പൂർണ്ണ ഷറ അനുസരിച്ച് ചന്ത നൽകാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം മഴ പോലെ വർഷിക്കുന്നതായി കണ്ടു. പറയുന്ന, എന്നെക്കാൾ വിദ്യ സമ്പന്നരും ദറാസ് വകുപ്പിൽ നിന്ന് ഡിഗ്രി വാങ്ങുന്നവരുടെ വിളകളേക്കാൾ കൂടുതലായി ഈ നിസാരനും ഒന്നുമല്ലാത്ത എനിക്കായി ധാരാളം വിളകൾ അള്ളാഹു നൽകുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് വിളകൾ കൊണ്ടുവരുന്നതിന് മുമ്പ് അതിന്റെ പൂർണ്ണമായ കണക്കെടുത്ത് ചന്ത നൽകി പ്രാദേശിക മിഷണറിയിൽ നിന്ന് രസീത്ത് വാങ്ങിയ ശേഷമാണ് വീട്ടിലേക്ക് പോകാറ്. എവറകോസ്റ്റിലെ റീജിയനിലെ മുബല്ലിഗ് എഴുതുന്നു, സാവിലോ സാഹിബ് എന്നൊരു സുഹൃത്ത് സ്വപ്നത്തിലൂടെയാണ് അഹമ്മദത്ത് സ്വീകരിക്കുന്ന തൗഫീക്ക് ലഭിച്ചത്. ബയത്തിന് ശേഷം കൃത്യമായി ഖുത്ബകൾ കേൾക്കാറുണ്ടായിരുന്നു. ഒരു ആവേശഭരിതനായ ദായിറല്ലായിരുന്നു. സ്വന്തം പണം ചെലവഴിച്ച് ജമാഅത്തിന്റെ സാഹിത്യങ്ങൾ വാങ്ങി അനഹമ്മദികൾക്ക് നൽകുമായിരുന്നു. സാവിലോ സാഹിബ് ഒരു ഹോട്ടലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നല്ല സ്ഥാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വീട്ടു ചെലവുകൾ നോക്കി നടത്തുന്നതിന് സഹായിക്കുന്നത്. പറയുന്നു, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഫോണിലൂടെ പറഞ്ഞു, ഞാൻ 30,000 ഫ്രാങ്ക് സിഫ വഖഫ് ജദീദ് ചന്തയായി അയക്കുകയാണ്. അതിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ അവസ്ഥ അത്ര നല്ലതല്ല. അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അല്പം കുറച്ച് എന്തായാലും നൽകുക. ഈ തുക താങ്കളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. ജലസ സലാനയും അടുത്തു വരികയാണ്. അതിലും അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയോട് 20,000 ഫ്രാങ്ക് സിഫ നൽകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എന്റെ ഭാര്യയുടെ നിർബന്ധമാണ് 30,000 ഫ്രാങ്ക് സിഫ നൽകുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ ജലസയിലും പങ്കെടുത്തു. ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരെ കൊണ്ട് ത്യാഗങ്ങൾ ചെയ്യിപ്പിക്കുന്നവരാണ്. ഓസ്ട്രേലിയയിലെ ഒരു ജമാഅത്ത് സദർ സാഹിബ് പറയുന്നു, ഒരു ആത്മാർത്ഥനായ ഒരു അഹമ്മദി സുഹൃത്ത് വഖഫ് ചെയ്ത് ചന്ത നൽകിയിരുന്നു. ഡിസംബർ 20 ആമില മെമ്പർമാർക്ക് വീണ്ടും പ്രത്യേകമായ നിലയിൽ ബാക്കി തുക നൽകുന്നതിലേക്ക് ഓർമ്മപ്പെടുത്തി. അതിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം വലിയൊരു തുക നൽകി. അടുത്ത ദിവസം പറയുന്നു, വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. വലിയ ആവേശത്തോടെ പറയാൻ തുടങ്ങി, വിനീതൻ വഖഫ് ചെയ്ത് ചന്ത നൽകിയിരുന്നു. അത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അള്ളാഹു പൂർത്തിയാക്കി നൽകിയിരിക്കുന്നു. ഞാൻ 3 വർഷമായി ഫുഡ് ടേക്ക് എവേ നടത്തുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിലും ഒരു ദിവസം പോലും ഇത്രമാത്രം കസ്റ്റമർ വന്നില്ല. എത്രമാത്രമാണ് ചന്ത നൽകിയതിനു ശേഷം ഇന്ന് വന്നത്. അതുപോലെ ഇന്തോനേഷ്യയിലെ ഒരു സംഭവമാണ്. ഈമാനിൽ നിലനിൽക്കുന്ന ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ഇന്തോനേഷ്യയിലെ നവ അഹമ്മദി 2016 ബയ്യത്ത് ചെയ്തിരുന്നു. ബയ്യത്തിന് ശേഷം ഫാമിലിയിൽ നിന്നും അയൽവാസികളിൽ നിന്നും അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുണ്ടായി. ഏതുവരെ എന്നാൽ കുടുംബത്തിലെ ഒരുപാട് ആളുകൾ ചേർന്ന് ഇദ്ദേഹത്തെ മർദ്ദിച്ചു.
ജമാഅത്ത് ഉപേക്ഷിക്കാൻ നിർബന്ധിച്ച് മുബല്ലിഗുമായി കാണുന്നതിനെ വിലക്കുകയും ചെയ്തു. അതിനുശേഷം രഹസ്യത്തിൽ മുബല്ലിഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നമ്മുടെ മുബല്ലിഗ് അദ്ദേഹത്തോട് പറഞ്ഞു, ജമാഅത്തിന് വന്നതിന് ശേഷം ത്യാഗം അത് ചെയ്യേണ്ടത് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ത്യാഗം ചെയ്യുന്നതാണ്. എത്ര തന്നെ എതിർപ്പ് വർദ്ധിച്ചാലും ശരി, ഞാൻ ത്യാഗം ചെയ്യുന്നതാണ്. ചന്തയുടെയും ധനത്യാഗത്തിന്റെയും കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു. അദ്ദേഹം ബൈഅത്ത് ചെയ്ത് 1 മാസത്തിന് ശേഷം മുതൽ ചന്ത നൽകാൻ തുടങ്ങി. സ്ഥിരമായി ജോലി ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ചു തുക ചന്തയായി മാറ്റിവെച്ചു. ആളുകളിൽ നിന്ന് ഒളിച്ച് രാത്രി മിഷൻ ഹൌസിൽ വന്നു. മിഷൻ ഹൌസിൽ വരുന്നതിന് മുമ്പേ ആളുകൾ മിഷൻ ഹൌസിൽ പോകുന്നത് കാണാതിരിക്കാൻ ആദ്യം ഗ്രാമത്തിൽ പലവട്ടം ചുറ്റിത്തിരിയും. ഈ അവസ്ഥയിലും അദ്ദേഹം കൃത്യമായി മിഷൻ ഹൌസുമായി ബന്ധം വെക്കുകയും ചന്ത നൽകാനായി വന്നുകൊണ്ടിരുന്നു. മറ്റൊരു സംഭവം, അഹമ്മദികളല്ല, അവർക്ക് എപ്രകാരമാണ് അള്ളാഹുവിന് ഈ തഹ്രീക്കിൽ പങ്കെടുക്കുവാൻ പലതവണ പ്രേരണ നൽകുന്നത് നോക്കുക. മാലി ജമാഅത്തിലെ മുബല്ലിഗ് പറയുന്നു, വഖഫീദിന്റെ വെളിച്ചത്തിൽ റേഡിയോ അഹമ്മദിയായി കിറ്റായിൽ എന്റെ ഖുതുബ നടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഖുതുബ റെക്കോർഡിംഗ് കേൾപ്പിക്കുമായിരുന്നു. അതിനിടയിൽ നഗരത്തിലെ 45 കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു ഗ്രാമത്തിലെ ചീഫ് ഞങ്ങളെ ഫോൺ ചെയ്തുകൊണ്ട് തന്റെ ഗ്രാമത്തിന് തബ്ലീഗിനായി ക്ഷണിക്കുകയുണ്ടായി. ഞങ്ങൾ തബ്ലീഗിനായി അവിടെ ചെന്നപ്പോൾ ചീഫ് വളരെ ആവേശഭരിതനായി കൊണ്ട് പറഞ്ഞു, കാലത്തിന്റെ ഖലീഫ വഖഫ് ജദീദ് വിഷയത്തെ ആസ്പദമാക്കി വിവിധ രാജ്യങ്ങളിലെ വിശ്വാസ ദൃഢീകരണ സംഭവങ്ങൾ വിവരിച്ചപ്പോൾ അത് കേട്ട് ഞങ്ങളുടെ ഗ്രാമവാസികൾക്ക് പ്രത്യേകമായി വികാരം ഉടലെടുത്തു. ഞങ്ങൾക്ക് വളരെയധികം നിരാശയും തോന്നി. അത് റേഡിയോയിൽ കേൾക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഞങ്ങൾ ഈ പരിശുദ്ധ പദ്ധതിയിൽ അംഗമാകാൻ സാധിച്ചില്ല എന്ന നിരാശങ്ങളുണ്ടായി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഫോൺ ചെയ്ത് വരുത്തിയത്. തബ്ലീഗിന്റെ പരിപാടിയും അവിടെ നടന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിൽ 85 ആളുകൾ അഹമ്മദിത്വം സ്വീകരിച്ചു. ഗ്രാമവാസികളിൽ ഒരു ചാക്കിൽ അവർ വിവിധ സാധനങ്ങൾ വഖഫിയത്തിന്റെ അനുഗ്രഹീത പദ്ധതിയിലേക്ക് നൽകിയുണ്ടായി. അള്ളാഹുവും അസാധാരണമാംവിധം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നു എന്ന് മാത്രമല്ല, അവരിൽ നിന്ന് നമുക്ക് സഹായികളെയും നൽകിക്കൊണ്ടിരിക്കുന്നു. ബെനിൻ റീജിയനിലെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, ലോക്കോസായിലെ ഒരു ജമാഅത്ത് വഖഫ് ജദീദ് ചന്തയെക്കുറിച്ച് പറയപ്പെട്ടപ്പോൾ അതിന് കുറച്ചു ദിവസത്തിന് ശേഷം നമ്മുടെ റീജിയനിലെ ജലസ്യം ഉണ്ടായിരുന്നു. അതിലും പങ്കെടുക്കുന്നതിന് വേണ്ടി പറയപ്പെട്ടു. ആ സമയത്ത് സദർ സാഹിബ് വഫാർ സാഹിബ് പറയുന്നു, എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അദ്ദേഹം കുറച്ചു പണം ജലസയ്ക്ക് പോകാനായി സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്, എന്നാൽ ചന്തയും നൽകേണ്ട നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അതിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ജലസയിൽ പങ്കെടുത്താൽ അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്, ചന്ത പിന്നീട് നൽകിയാലും മതിയാകുന്നതാണ്. കുറച്ചു ദിവസത്തിന് ശേഷം ജലസയിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടി. കുറച്ചു പണം എനിക്ക് നൽകി, ഇത് ചന്ത ആണ് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സെക്രട്ടറി മാലിനോട് ഇദ്ദേഹത്തിന്റെ രസീറ്റ് മുറിച്ചു നൽകാൻ പറഞ്ഞു. അതിൽ സെക്രട്ടറി മാൽ എന്നോട് പറഞ്ഞു, വഖാർ സാഹിബ് ഏതൊരു പണമാണ് ജലസയിൽ വരാനായി സ്വരുക്കൂട്ടി വെച്ചത് അതാണ് ഇപ്പോൾ ചന്തയായി നൽകിയത്. എന്നിട്ട് അദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം 15 കിലോമീറ്റർ നടന്നുകൊണ്ടാണ് ജലസയിൽ പങ്കെടുത്തത്. ഈ ആളുകളാണ് അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് നൽകിയിരിക്കുന്നത്. അവർ അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെയും വാക്കുകൾ കേൾക്കുകയും പിന്നീട് ആത്മശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നു. എല്ലാ ത്യാഗത്തിനും അവർ തയ്യാറായി നിൽക്കുന്നു. ഈ ആളുകളാണ് യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ ബൈഅത്തിന്റെ കടമ പൂർത്തിയാക്കുന്നവർ. ബുദ്ധിക്ക് അന്ധത ബാധിച്ചവർക്ക് അല്ലാഹു കാഴ്ച നൽകുമാറാകട്ടെ. ഈ ആളുകളുടെ ആത്മാർത്ഥതയും കൂറും ത്യാഗവും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോടൊപ്പം അള്ളാഹുവിന്റെ പിന്തുണയുണ്ട് എന്നതിനുള്ള വ്യക്തമായ തെളിവല്ലേ എന്ന് ഈ ശത്രുക്കൾ കാണുന്നില്ലേ? ബുദ്ധിയിൽ മറ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഒരു തെളിവ് തന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടതാണ് എന്നതിന് മതിയായതാണ്.
ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്, ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുസ്ലിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ, അവർ ഇത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇസ്ലാം എത്രയും വേഗം ഇൻഷാ അല്ലാഹ് ലോകത്തിന്റെ മേൽ ആധിപത്യം നേടിയെടുക്കുന്നതായി മാറുന്നതാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപമാനിക്കുന്നതിനായി ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകൾ, അതിനെല്ലാം വിപരീതം സംഭവിക്കുന്നതായി നാം കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്നാൽ നമ്മുടെ ജോലി നാം സ്വയം പരിഷ്കരണം നടത്തുക, അള്ളാഹുവിന്റെ മുന്നിൽ കുനിയുക, കൂടുതലായി തബ്ലീഗിലേക്ക് ശ്രദ്ധിക്കുക, ത്യാഗങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കുക, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് കണക്ക് വിവരങ്ങൾ സമർപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വഖഫ് ജദീദിന്റെ 61-ാം വർഷം 31 ഡിസംബർ 2018 അവസാനിച്ചു. അതിൽ അഹമ്മദിയ ജമാഅത്തിൻ അംഗങ്ങൾക്ക് 91,36,000 പൗണ്ട് ത്യാഗം ചെയ്യുവാൻ തൗഫീക്ക് ലഭിച്ചു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 2,71,000 പൗണ്ട് അധികമാണ്. പാകിസ്ഥാൻ അവരുടെ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നുണ്ട്. അതുകൂടാതെ ആദ്യത്തെ 10 സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യങ്ങൾ, അതിൽ ഒന്ന് UK, തരീഖ് ജദീദിൽ ജർമ്മനിയായിരുന്നു. അമീർ സാഹിബ് പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാഹ് വഖഫ് ജദീദിൽ ഞങ്ങൾ മുകളിൽ വരുന്നതാണ്. വലിയ വ്യത്യാസത്തിലാണ് ഇവർ മുകളിൽ വന്നിരിക്കുന്നത്. അള്ളാഹു ജമാഅത്തങ്ങൾക്ക് അവരുടെ ധനത്തിൽ അനുഗ്രഹം നിറയ്ക്കുമാറാകട്ടെ. വരുന്ന ആളുകളിലും ഇതിൽ വർധനവുണ്ടാക്കുവാൻ സാധിക്കട്ടെ. 2-ാം സ്ഥാനം ജർമ്മനിയാണ്, പിന്നെ അമേരിക്ക, പിന്നെ കാനഡ. അമേരിക്കയോട് ഞാൻ ഇതും പറയുന്നു, നിങ്ങൾക്കും കാനഡക്കും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അവർ നല്ല ശ്രമം നടത്തിയില്ല എങ്കിൽ ഇവർ 1-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്ത് വന്നതാണ്. ഇനിയൊരു പക്ഷേ അതിലും പുറകിലേക്ക് പോകുന്നതാണ്. കാനഡ 4-ാം സ്ഥാനത്താണ്, പിന്നെ ഇന്ത്യ, പിന്നെ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താണ്, പിന്നെ ഘാന, പിന്നെ മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താണ്. ആളോഹരിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക 1-ാം സ്ഥാനത്താണ്, പിന്നെ സ്വിറ്റ്സർലാൻഡ്, പിന്നെ ഓസ്ട്രേലിയ. ആഫ്രിക്കയിലെ മൊത്ത വസൂലിയുടെ അടിസ്ഥാനത്തിൽ ഘാന 1-ാം സ്ഥാനത്ത്, പിന്നെ മൊറീഷ്യസ്, നൈജീരിയ, തൻസാനിയ, പിന്നെ ബുർക്കിന ഫാസോ, ഗാംബിയ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം വഖഫ് ജദീദിൽ 17,25,000 ആളുകൾ പങ്കെടുത്തു. ഈ വർഷം എണ്ണത്തിലുണ്ടായ വർധനവ് 1,33,000 എണ്ണത്തിലെ വർധനവ് വരുത്തിയത് നല്ല പ്രവർത്തനം ചെയ്തത് നൈജർ, സെറാലിയൂൺ, നൈജീരിയ, ക്യാമറൂൺ, ബെനിൻ, ഗാംബിയ, കോങ്കോ കുഞ്ചാസ, തൻസാനിയ, ലൈബറിയ, സെനിഗൾ എന്നിവ ഉൾപ്പെടുന്നു. ചന്ദ ബാലിഗാൻ അത്ഫാലിന് വേണ്ടി പ്രത്യേകം ആണ് വഖഫ് ജദീദിലുള്ളത്. ഇതിൽ പ്രത്യേകമായി പാകിസ്ഥാനിലും കാനഡയിലും ഇത് ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആദ്യത്തെ 3 ജമാഅത്തുകൾ, 1 ലാഹോർ, 2 റബുവ, 3 കറാച്ചി. ജില്ലകളുടെ അടിസ്ഥാനത്തിൽ 1 സിയാൽകോട്ട്, ഇസ്ലാമാബാദ്, ഫൈസലാബാദ്, റാവൽപിണ്ടി, സർഗോദ, ഗുജറംവാല, മുൾത്താൻ, ഹൈദരാബാദ്, മീർപുർ ഖാസ്, ഡെറ ഖാസി ഖാൻ. ദഫ്തർ അത്ഫാലിൽ പാകിസ്ഥാനിലെ വലിയ 3 ജമാഅത്തുകൾ, 1 ലാഹോർ, 2 കറാച്ചി, 3 റബുവ. ജില്ലകളുടെ പൊസിഷൻ 1 ഇസ്ലാമാബാദ്, പിന്നെ സിയാൽകോട്ട്, റാവൽപിണ്ട്, സർഗോദ, ഗുജറംവാല, പിന്നെ ഹൈദരാബാദ്, ഡെറ ഖാസി ഖാൻ, ഷേഖുപൂര, പിന്നെ ഉമർകൂട്ട്, നങ്കാന സാഹിബ്. മൊത്ത വസൂൽ അടിസ്ഥാനത്തിൽ
UK ആദ്യത്തെ 10 ജമാഅത്തുകൾ വെർക്കം പാർക്ക്, മസ്ജിദ് ഫസൽ, ബിർഗംബം സൗത്ത്, ബെർമിംഗം വെസ്റ്റ്, ഇസ്ലാമാബാദ്, പിന്നെ ഹെയ്സ്, പിന്നെ ബ്രെഡ്ഫോർഡ് നോർത്ത്, ന്യൂ മോർഡൻ, ഗ്ലാസ്കോ. റീജിയന്റെ അടിസ്ഥാനത്തിൽ ലണ്ടൻ ബി റീജിയൻ ആദ്യ സ്ഥാനത്ത്, ലണ്ടൻ എ റീജിയൻ, പിന്നെ മിഡ്ലാൻഡ് റീജിയൻ, നോർത്ത് ഈസ്റ്റ് റീജിയൻ, മിഡിൽ സ്പെക്ട് റീജിയൻ. ദഫ്തർ അത്ഫാലിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ യുകെയുടെയും റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്രെഡ്ഫോർഡ് 1-ാം സ്ഥാനത്താണ്, സർബിട്ടൺ 2, ഗ്ലാസ്കോ, പിന്നെ റോഹിങ്ടൺ, പിന്നെ ഇസ്ലാമാബാദ്, റോഹിങ്ടൺ വെൽ, റിച്ചം പാർക്ക്, ബെറ്റർ സ്ട്രീം, മോൾഡൻ മാനർ, മോസ്ക് വെസ്റ്റ്. ജർമ്മനിയിലെ ലോക്കൽ ഇമാറത്തിന്റെ കീഴിൽ വരുന്ന 5 ജമാഅത്തുകൾ: ഹാംബർഗ്, 2 ഫ്രാങ്ക്ഫർട്ട്, വിസ്ബാദൻ, മോർഫീൽഡ് ആൻഡ് വോൾഡോഫ്, ഡെക്സ്റ്റൻബാർക്ക്. വുസൂലിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ആദ്യ 10 ജമാഅത്തുകൾ: സിലിക്കോൺ വാലി, സിയാറ്റൽ, ഡിട്രോയിറ്റ്, സിൽവർ സ്പ്രിംഗ്, സെൻട്രൽ വെർജീനിയ, ബോസ്റ്റൺ, ഡല്ലാസ്, ലോറൽ, ജോർജിയ, കരോലിന. വുസൂലിയുടെ അടിസ്ഥാനത്തിൽ കാനഡ ഇമാറത്തുകൾ: വാം 2, കാൽഗരി, പീസ് വില്ലേജ്, ബാങ്ക്ബോൾ, വാൻകോവർ. 10 വലിയ ജമാഅത്തുകൾ: ദർഹം, വിൽസൺ, ബ്രാഡ്ഫോർഡ്, എഡ്മിന്റൺ വെസ്റ്റ്, സിസ്കറ്റൺ നോർത്ത്, സിസ്കറ്റൺ സൗത്ത്, മോൺട്രിയൽ വെസ്റ്റ്, എൽട്ടൺ വെസ്റ്റ്, ഹാമിൽട്ടൺ വെസ്റ്റ്, അബോസ്ഫോർട്ട്. ദഫ്തർ അത്ഫാലിലെ 5 സ്ഥാനങ്ങൾ: ഡർഹം 1-ാം സ്ഥാനത്ത്, മിൽട്ടൺ വെസ്റ്റ്, ബർഗൻഫോർട്ട്, മിൽട്ടൺ സൗത്ത്, സസ്കറ്റോൺ. ഇന്ത്യയിലെ വുസൂലിയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ: കേരളം, ജമ്മു കശ്മീർ, കർണാടക, തെലങ്കാന, തമിഴ്നാട്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഡൽഹി, ഉത്തർപ്രദേശ്. വുസൂലിയുടെ അടിസ്ഥാനത്തിലുള്ള ജമാഅത്തുകൾ: ഹൈദരാബാദ്, കാലിക്കറ്റ് 1-ാം സ്ഥാനത്ത് 2 ജമാഅത്തുകൾ, കാദിയാൻ, 3 പത്തപ്പിരിയം, 4 കാലിക്കറ്റ്, 5 കൽക്കത്ത. ഹൈദരാബാദാണ് 1-ാം സ്ഥാനത്ത്, തെറ്റായാണ് എഴുതിയിരിക്കുന്നത്. കാലിക്കറ്റ് 4-ാം സ്ഥാനത്താണ്, 5 കൽക്കത്ത. ബാംഗ്ലൂർ 6, ചെന്നൈ, കരുളായി, ഋഷിനഗർ, ഡൽഹി. ഓസ്ട്രേലിയയിലെ വുസൂലിയുടെ അടിസ്ഥാനത്തിൽ 10 ജമാഅത്തുകൾ: കാസ്റ്റൺ ഹിൽ, മെൽബൺ, വാങ്ങൻ, പെസത്ത്, മെൽബൺ, ബെർവിക്, മാസ്റ്റൺ പാർക്ക്, ബ്രിസ്ബൻ, അഡ്ലൈഡ് സൗത്ത്, ബ്രിസ്ബൻ, ലൊഗാൻ, കാൻബറ, പ്രംപ്ടൺ. അത്ഫാൽ അടിസ്ഥാനത്തിൽ ജമാഅത്തുകൾ: ഓസ്ട്രേലിയൻ ജമാഅത്തുകൾ: പെസത്ത്, അത്ബൽ സൗത്ത്, ബെൽഗം, ലൊഗാൻ, മെൽബൺ, ലോങ്ബോർൺ, മെൽബൺ, ബെർവിക്, ബ്രിസ്ബൻ സൗത്ത്, മാർസൺ പാർക്ക്, മൗണ്ട് റോയ്റ്റ്, കാസ്റ്റൽ ഹിൽ, ബെൽബൺ ഈസ്റ്റ്. ഈ പേരുകൾ ഉറുദുവിലാണ് എഴുതിയിരിക്കുന്നത്. പറയുന്നതിൽ തെറ്റ് സംഭവിക്കാം. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് പ്രാദേശിക ജമാഅത്തുകൾക്ക് ഇത് മനസ്സിലായി കാണും. അള്ളാഹു പങ്കെടുത്ത എല്ലാ രാജ്യത്തിലെ ആളുകൾക്കും അവരുടെ ധനത്തിലും സമ്പത്തിലും അനുഗ്രഹം നിറയ്ക്കുമാറാകട്ടെ. ഇനിയും ഉന്നതമായ ത്യാഗം വരിക്കുന്നവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله
ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.